കേരളത്തിൽ ഒരു പിടുത്തമുണ്ടാക്കാനായി ബിജെപിയുടെ കേന്ദ്ര നേതൃത്വം നടത്തുന്ന ശ്രമങ്ങൾക്ക് കയ്യും കണക്കുമില്ല. ഭ്രാന്തമായ ആവേശമൂത്ത് അമിത്ഷായും മോദിയും കൂടി വെള്ളാപ്പള്ളിയുടെ സുരക്ഷയ്ക്കായി കേന്ദ്ര സേനയെ തന്നെ രംഗത്തിറക്കിയിരിക്കുകയാണ്. വെള്ളാപ്പള്ളിയെ ഇവിടുത്തെ രണ്ടു മുന്നണിക്കാരും കൂടി ആക്രമിക്കുമോ എന്ന് ഭയന്നും കേരള പോലീസിനെയും ചെന്നിത്തലയും വിശ്വാസമില്ലാത്തതിനാലും ആണത്രേ പട്ടാളത്തെ തന്നെ ഇറക്കിയത്. കണിച്ചുകുളങ്ങരയിലെ വീട്ടിൽ പട്ടാളം എത്തിയത് കണ്ടപ്പോൾ വെള്ളാപ്പള്ളിക്ക് സന്തോഷം കൊണ്ട് ഇരിക്കാനും നിൽക്കാനും വയ്യാത്ത സ്ഥിതിയാണ്. സാഹചര്യം കണക്കിലെടുത്ത് പൊന്നാരി മംഗലത്ത് താൽക്കാലിക ക്യാമ്പ് അനുവദിച്ചേക്കുമെന്ന് പിന്നീട് നൽകിയ പത്രക്കുറിപ്പിൽ സർക്കാർ വക്താവായി. ഇനി കാമധേനായിട്ടുള്ള കറക്കൊക്കെ നിർത്തിക്കോളീം. പട്ടാളം ഇറങ്ങാൻ പോണ പട്ടാളം. ബംഗ്ലാവൂരിൽ പട്ടാളം ഇറങ്ങാൻ പോവാ. എക്സല്ല ഒറിജിനൽ. സ്പെഷ്യൽ ബ്രാഞ്ച് വിജിലൻസിന്റെ ഒക്കെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ എനിക്ക് വന്നിട്ടുള്ള ഭീഷണിക്കത്തെല്ലാം ഞാൻ ഗവൺമെന്റിലേക്ക് കൈമാറും. ഇതിന്റെ എല്ലാ അടിസ്ഥാനത്തിൽ അവർ തീരുമാനിക്കുന്നു. ജവാന്മാരും എത്തിക്കഴിഞ്ഞു. അനുമോദിക്കുക, ആശീർവദിക്കുക, ഉച്ചുണ്ടുകൾ അർപ്പിക്കുക. അഭിവാദ്യങ്ങൾ, അഭിവാദ്യങ്ങൾ, പട്ടാളക്കാർക്ക് അഭിവാദ്യങ്ങൾ, അഭിവാദ്യങ്ങൾ. എന്താണ് പഹന്മാരെ കാലിന്റെ ശക്തിയില്ലേ? ഇമാര് നാല് നടത്താൻ നടത്താൻ മതി നാട് കൂട്ടിച്ചോറാവാൻ. സാധാരണ ആവശ്യപ്പെട്ടിട്ടല്ല. ഇപ്പൊ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ് എനിക്ക് തരുന്നുണ്ടല്ലോ, 13 കൊല്ലമായിട്ട് തരുന്നുണ്ട്. ആദ്യം 2 പേരായിരുന്നു, പിന്നെ ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. വിജിലൻസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആയിരുന്നു. ആദ്യം 2 പേര് തന്നു, പിന്നെ 4 പേരായി. അതുകൊണ്ടാണ് എപ്പോഴും ഡ്യൂട്ടിക്ക് 2 പേര് എന്റെ കൂടെ ഉണ്ടാവും. എന്തായി തന്റെ തീരുമാനം? എപ്പോഴും സ്റ്റേഷൻ കിട്ടണം കേശവൻ സാറേ. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേരി. അത്ര തിടുക്കുള്ള കെട്ടോളി പിന്നെ എന്തിനാണോ ഓലത്താൻ പോയത്? അയ്യോ, വൈറ്റ് ഹൗസ് കത്തുമ്പോൾ ബുഷിന്റെ ഒരു വീട് കത്തിക്കില്ലേ? വൈറ്റ് ഹൗസ് കത്തിയോ? എപ്പോ? ഇന്ന് വെളുപ്പിന് 6:30. അയ്യോ കത്തിയോ? നിങ്ങളൊന്ന് നിർത്തിക്കാൻ. ഇതിലും വലിയ പ്രശ്നത്തിൽ ഈ ഗ്രാമം. പട്ടാളം വരണ വിവരം അറിഞ്ഞാണല്ലോ. വരട്ടടോ, പട്ടാളം വന്നിട്ട് വേണം ഇവിടുന്ന് ചെലവന്മാരെ കൊന്ന് തുരത്താൻ. വൈകാറ്റതിൽപ്പെട്ട സെക്യൂരിറ്റി അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 14ഓളം സെക്യൂരിറ്റി സ്റ്റാഫ് ഉണ്ടായിരിക്കും. അത് വീടിനും എനിക്കും ഒക്കെ ഉണ്ടാവും, എൻ്റെ പ്രൊട്ടക്ഷന്. അതോടൊപ്പം തന്നെ സ്റ്റേറ്റിൻ്റെ ഉണ്ട്. പട്ടാളം കൂടി വന്ന എന്റെ അവസ്ഥ പിന്നെ എന്താവൂടൂ? വെള്ളാപ്പള്ളിയുടെ വീട്ടിൽ നിന്ന് കുറച്ച് പട്ടാളക്കാരെ വേണ്ടി വന്നാൽ പാലായിലേക്ക് വിടാനും ആലോചനകൾ തകൃതിയായി നടക്കുന്നുണ്ട്. എങ്ങനെയാലും മാണിയെ കൂടി കൂടെ കൂട്ടാനുള്ള പരിപാടികൾ ദില്ലിയിലാണത്രേ ആസൂത്രണം ചെയ്യുന്നത്. ആദ്യം ജോസ് മോനെ പിടിക്കണം. മക്കളാകുമ്പോൾ പ്രലോഭിതരായി ചാടിക്കോളും. പണ്ട് കെ കരുണാകരനെ മുരളീധരൻ ചാടിച്ചതുപോലെ ആകാതിരുന്നാൽ മതി. ആരെങ്കിലും ചാടിച്ചു പിടിക്കും മുമ്പ് ഇന്നത്തേക്ക് രക്ഷപ്പെടാം. നാളെ വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.